Hello guys, welcome back to South God. So guys, നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ വീഡിയോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എൻ്റെ കൈയും സ്കിന്നൊക്കെ ചെറിയൊരു മാറ്റം പോലെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു ഗൈസ്. Are you ready? 3 wait. Are you ready? 3 2 1 go. Na. Yes guys, this is our skin. So yep guys, this is my new skin. Sweet. Guys, ഞാൻ ആർമർ ഇട്ട് എനിക്ക് കാണിച്ചതാ. Okay guys, ഞാൻ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഇപ്പം ഞാൻ ഫസ്റ്റ് പേഴ്സൺ ഫ്രണ്ട് മോഡിലായിരിക്കുന്നു, കാരണം മറ്റേ കളിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ എനിക്കൊരു അപ്പോൾ ഞാൻ ഇന്ന് എനിക്കൊരു വീട് ഉണ്ടാക്കാനുള്ളൊരു പ്ലാനിലാണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലല്ല നമ്മൾ കംപ്ലീറ്റ് ചെയ്യില്ല, അടുത്ത വീഡിയോയിലോ അതിൻ്റെ അടുത്ത വീഡിയോയിലോ അങ്ങനെ എപ്പോഴെങ്കിലും ആയിരിക്കും നമ്മൾ ഈ വീടുണ്ടായി കഴിയുക. ഗൈസ്, നിങ്ങൾ ഇതുണ്ടോ ഗൈസ്? ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഐസൊക്കെ, ഞാനൊക്കെ പോക്കി. ദാറ്റ് ഈസ് മൈ ബിഗ് ഡ്രീം ഗൈസ്. നമ്മൾ വീടുണ്ടാക്കാൻ പോകുന്ന ലൊക്കേഷനാണ് ഈ മൗണ്ടൈൻ്റെ ഏറ്റവും മേലെ നമുക്ക് ഉണ്ടാക്കാം. ഞാനൊന്ന് നോക്കട്ടെ, ഏരിയ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ തന്നെ വീടുണ്ടാക്കാം. നമുക്ക് ഈ വില്ലേജിൻ്റെ ഫുൾ ക്ലിയർ വ്യൂ ഒക്കെ കിട്ടും. നമുക്ക് റൈഡൊക്കെ നടത്തുമ്പോൾ നല്ല സുഖമാണ്. വീട്ടിൽ കയറി വിളിച്ചാൽ മതി, 2-3 അയൻകോളത്തിന് സ്പോൺ ചെയ്തിട്ട് വേറെ ആരും നമ്മളൊന്നും തോന്നുന്നില്ല. നമ്മൾ മൗണ്ടൈൻ്റെ ടോപ്പിൽ പോകുമ്പോൾ ഇവിടെ ഫുള്ള് മറ്റ് പൗഡേഴ്സിനായിരിക്കും ടോപ്പിൽ. ചാൻസ് അതാണ്. ഈ കോബൽ സ്റ്റോണോ ഡോട്ടോ വെച്ചിട്ട് ഫുള്ള് ഒരു ലാൻഡ് പോലെ ഉണ്ടാക്കേണ്ടി വരും ഇവിടെ. ഇതെന്താ ടോപ്പ് എത്താത്തത്? നമ്മൾ ക്ലൗഡ്സിൻ്റെ എത്തി ഗൈസ്. യപ്പ് നമ്മൾക്ക് ഇവിടെ നിന്ന് വില്ലേജിൻ്റെ വ്യൂ കിട്ടുമോ? നോ ഗൈസ്, കംപ്ലീറ്റ് ആയി കിട്ടൂല. നമുക്കത് അവിടെ തന്നെ വേണ്ടി വരും. നമ്മൾക്ക് ഇവിടെ ഉണ്ടാക്കിയാലോ, ഇവിടെ ഡേർട്ട് വെച്ച് ലാൻഡ് ഏരിയ ആക്കിയിട്ട്. ഓക്കെ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇടയ്ക്ക് തന്നെ ഉണ്ടാക്കാം. അവിടെ തന്നെ ഉണ്ടാക്കുക വരുന്ന ഫുള്ള് നടക്കാത്ത കാര്യം തന്നെയാണ്. ഡേർട്ട് കിട്ടണേ പിന്നെ നമ്മൾ താഴോട്ട് പോകണം. എനിക്ക് വയ്യ. ക്ലച്ച് കോടാ ഗൈസ്, നിങ്ങൾ നോക്കണ്ട, പഠിച്ചൂടി പഠിക്കുക ഗൈസ്. എൻ്റെ ക്ലച്ചസ് ഇതുള്ളൂ. എഡിറ്റർ, ഈ വീഡിയോ ഈ ഒരു പോർഷൻ കാണിക്കരുത്. ഞാൻ എന്തായാലും പറഞ്ഞു തന്നെ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വില്ലേജറിൻ്റെ വീട് പൊട്ടിക്കേണ്ടി വരും. സ്റ്റിക്സ് എൻ്റെ അടുത്തുണ്ടോ? ഇതിനും പൊട്ടിക്കേണ്ടി വരും. സോറി വില്ലേജർ ബ്രദർ, ഐ എം റിയലി സോറി. അയ്യോ, നമുക്ക് ഡയറക്റ്റ് സ്റ്റോൺ തന്നെ ഉണ്ടാക്കാം. ഇത് രണ്ട് പൊട്ടുന്നേരം നമ്മൾ വർക്ക് ചെയ്യും. ഞാൻ പണി തുടങ്ങിയിട്ടുണ്ട്. बॉब द बिल्डर करके दिखाएंगे, बॉब द बिल्डर.
ഗായ്സ് ഇത്ര പൊട്ടിച്ചപ്പോൾ തന്നെ എൻ്റെ ഷവൽ യെല്ലോ ആയി. വുഡൊക്കെയാണെങ്കിൽ പൊട്ടിയിട്ടുണ്ടാവും. വേം അപ്പം നമുക്ക് വേഗം തന്നെ ഇതൊക്കെ ഞാൻ ക്ലിയർ അപ്പ് ചെയ്തിട്ട് മാക്സിമം പോയാൽ ഞാനൊരു 1 സ്റ്റാക്ക് അല്ലെങ്കിൽ 2 സ്റ്റാക്ക് എടുക്കും. അത്ര മതി ഗൈസ്. നമുക്ക് ലാൻഡൊന്നും ചെറിയൊരു ലാൻഡ് കിട്ടിയാൽ മതി. നമുക്ക് അധികമൊന്നും വേണ്ട. 21 ആയിട്ടുള്ളൂ. യെസ് സബാഷ്. बॉब द बिल्डर करके दिखाएंगे बॉब ये ഗൈസ് നിങ്ങൾ വിചാരിക്കണ്ടേ ഇപ്പോൾ എൻ്റെ സൈഡിൽ ചെറിയ പ്ലസും ഭയവും ഇല്ലല്ലോ, ഞാൻ എന്താ അവിടെ ഉണ്ടാക്കാത്തത്? ഗൈസ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ടെമ്പററി ഹൗസാണ്. ഓ ഗൈസ് 1 സ്റ്റാക്ക് ആൻഡ് 2. അപ്പോൾ നമുക്ക് കിട്ടും 2 സ്റ്റാക്ക് ആൻഡ് 2 ഡോട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്കത് മതിയാവും. 1 സ്റ്റാക്ക് ഡോട്ടൊക്കെ നമുക്ക് ധാരാളമാണ്. പിന്നെ ഇപ്പം ഉണ്ടാക്കിയ ഈ ഒരു എക്സ്ട്രാ ഷവൽ എന്തിനാണ് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. Just for some leather. എൻ്റെ ചെസ്റ്റിൽ ഉണ്ടാവും ചിലപ്പോൾ 1-2 ലെതർ, 3, 5. ഓക്കെ അപ്പോൾ അതും സെറ്റായി. അപ്പം ഞാൻ ലാൻഡൊക്കെ ഉണ്ടാക്കാൻ നോക്കട്ടെ. ഞാൻ പിന്നെയും പ്ലാൻ ചേഞ്ച് ചെയ്ത് വേറെ ഇവിടെ ഉണ്ടാക്കണം. ഞാൻ ഗൈസ് ഏറ്റവും മേലെ ഉണ്ടാക്കിയ ഇവിടെ ഉണ്ടാക്കുന്നതായിരിക്കും വില്ലേജിന് ഫുൾ ക്ലിയർ വ്യൂ കിട്ടും. കുറച്ചും കൂടി മേലോട്ട് പോയാൽ എൻ്റെ റെൻഡർ ഡിസ്റ്റൻസിൽ വരില്ല. അപ്പം ഞാൻ ഇവിടെ തന്നെ കുറച്ചും കൂടി ഏരിയ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കുറച്ച് ഏരിയ ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ വീട് ഉണ്ടാക്കാം. ആ കുഴപ്പമില്ല, നമുക്ക് പിന്നെ പോയി കളക്ട് ചെയ്യാം. ഇതിനാണ് ഷവലുണ്ടാക്കി. ഗ്യാസിൻ്റെ പണി വേഗം കഴിയില്ലേ? ഗ്യാസ് ഇത്ര വൈഡേക്കും ഇതിൽ എത്ര പോകുന്നു ഞാൻ അത്രയും കൊണ്ടുപോകും. ഇത് ഇത്രയാന്ന് തോന്നുന്നു കേട്ടോ. പോകുക എനിക്ക് ഒരു സ്റ്റാക്കും കൂടി വേണ്ടി വരും. കുറച്ച് പോകും. Guys, I think this would be correct. ഒന്ന് ബാക്കിയുണ്ടെങ്കിൽ 5 കുഴപ്പമില്ല. ഓ നോ, 4. 4 ഞാൻ അവിടെ എത്തിക്കും. യെസ് എനിക്ക് വേറെ വഴിയുണ്ട് 4 അല്ല 5. ഈ ഒരു ഏരിയ ഞാൻ ലൈറ്റപ്പ് ചെയ്തിട്ടില്ല. ഇവിടെ മോൺസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ എനിക്ക് രാത്രി സ്ലീപ്പ് ചെയ്യാൻ പറ്റില്ല. പറയും മോൺസ്റ്റേഴ്സ് നിയർ ബൈ. ഇതിപ്പോൾ ചെറിയൊരു ഡെക്കറേഷൻ ആയിട്ടാണ്. എന്താ കറക്റ്റ് പൊസിഷൻ?
എങ്ങനെയുണ്ട് കഴിച്ചത്? ഞാൻ വെറുതെ ഉണ്ടാക്കിയതാട്ടോ. ഞാൻ വീടിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് കളക്ട് ചെയ്യാൻ പോകണം. ഈ ബ്ലോക്ക് വന്നുകൊണ്ട് തട്ടിട്ടില്ല, അത് തോർന്നു. നമുക്ക് ചെറിയ ഫ്ലോസും പറയാൻ പോകണം. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ടെലിപ്പോർട്ട് ചെയ്യുന്നതാണോ? 3, 2, 1. ഓക്കെ, ഞാനിവിടെ എത്തി. ഞാനിതാ അവിടെ നിന്ന് ഇവിടേക്ക് ടെലിപ്പോർട്ട് ചെയ്ത്. എനിക്ക് അത്രയ്ക്കും വലിയ ടെലിപ്പോർട്ട് റേഞ്ച് ഒന്നും ഇല്ല ഗൈസ്. നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? നിങ്ങളെന്താ ഇങ്ങനെ ഗൈസ്? ഇത്ര കഷ്ടപ്പെടുന്ന നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഗൈസ്. പക്ഷെ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോയിൽ കുറച്ച് സപ്പോർട്ടൊക്കെ ചെയ്യും, വ്യൂസൊക്കെ വരും, അതിന് താങ്ക്സ്. ബട്ട് ഒരാളും സബ്സ്ക്രൈബ് ചെയ്യൂല. എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പ്ലീസ് ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. ദാറ്റ് വുഡ് ബി സൂപ്പർ ഡൂപ്പർ. നമുക്ക് ലീവ്സൊക്കെ യൂസ് ചെയ്യാം അല്ലേ ഗൈസ്? ലീവ്സ് വേണം, വേണ്ടല്ലോ? ലീവ്സ് വേണ്ട. ലീഫ് ആണെങ്കിൽ എനിക്ക് ഇതുണ്ടാക്കേണ്ടി വരും, ഷെയർസ് ഉണ്ടാക്കേണ്ടി വരും. വിച്ച് ഇസ് നോട്ട് ഫോർ ദാറ്റ് ഐ ഡോണ്ട് ഹാവ് അയൺ. ഐ തിങ്ക് ഐ വുഡ് ഹാവ് സം. എനിക്ക് ഉണ്ടാവും ചിലപ്പോൾ, പക്ഷേ ഞാൻ യൂസ് ചെയ്യില്ല. ലീഫിന് വേണ്ടി യൂസ് ചെയ്യും ഞാൻ പൊട്ടനോ? നിങ്ങളെ സ്വപ്നത്തിൽ വിചാരിച്ചപ്പോൾ ഞാൻ പൊട്ടനാവില്ല. കുറച്ചധികം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ പിന്നെ എനിക്ക് കുഴപ്പമില്ല. ഇപ്പം ഞാൻ അവിടുന്ന് അങ്ങോട്ട് എൻ്റെ വീട്ടിലോട്ട് ടെലിപ്പോർട്ട് ആവുന്നതാണ് ഗൈസ്. 3, 2, 1. ഞാൻ അവിടെ ഇപ്പോൾ സംഭവം ഇവിടെ ടെലിപ്പോർട്ട് ചെയ്തു. എൻ്റെ അടുത്തുണ്ട് അയൺ. നോ ഗൈസ്, എൻ്റെ അടുത്ത് അയണില്ല. ഇതൊന്നും ആവശ്യം വരില്ല. നമുക്ക് താഴെ പോയി നോക്കാം. വല്ല നമ്മൾ അയൺ കോലം പണി കഴിഞ്ഞ് വന്നു. ഇപ്പോൾ ഡ്യൂട്ടിയിൽ ഓണായിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. നോ ഗൈസ്, അയൺ കോലം പിന്നെ ഇപ്പോഴും ഡ്യൂട്ടിക്കൊന്നും വന്നിട്ടില്ല. അയൺ കോലം തന്നെ ഡ്യൂട്ടിയിൽ നിന്ന് പുറത്താക്കിയാലോ വിചാരിക്കുക ഗൈസ്. ഡ്യൂട്ടിക്ക് വരുന്നതന്നെ ഇല്ല. കണ്ടോ ഗൈസ്, എത്ര ദിവസമായി പോയിട്ട് ഒന്നും വന്നിട്ടും കൂടിയില്ല. തൻ്റെ വില്ലേജസ് സേഫ് ആണോ നോക്കെ. ദി അയൺ കോലം ഇസ് വെരി ക്രൂൾ. बेटे मौज कर दी. मामा बेटे वाह बेटे 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 ഒരു വെറും രണ്ടെണ്ണം മതി. എന്തെന്നറിയോ? അയണോ? ഞാൻ അയണോ? ഐ തിങ്ക് ഇവിടെ എവിടെയും അയണില്ല. ഗൈസ് പേടിച്ച്. Is that a creeper approaching? Creeper approaching. ഇവിടേക്ക് വന്നോ പോയത്? അടി ക്രീപ്പർ ബാഡ് ബോയ്. ഞാൻ പിന്നെയും ക്രീപ്പറിനെ കൊല്ലുന്നു. ഫസ്റ്റ് ടൈം ക്രീപ്പറിനെ കൊല്ലുന്നത്. പിന്നും അല്ല, ഫസ്റ്റ് ടൈമാണ് ഗൈസ്. ഈ ഗൺ പൗഡർ കിട്ടിയിട്ടുണ്ട് അതിനെ കൊന്നിട്ട്. തപ്പടി കീപ്പറിനെ കൊന്നിട്ട്. നോ ഗൈസ്, എൻ്റെ അടുത്ത് ടോർച്ചില്ല. അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവില്ല ഗൈസ്. I should escape from here. Torches, come along with me.
വാട്ട് ഈസ് ദിസ് ഗൈസ്? ഒരു അയണില്ല ഗൈസ് ഇവിടെ. നിങ്ങളെന്താ വീഡിയോന് ലൈക്കൊന്നും ചെയ്തിട്ടില്ല? എൻ്റെ ലക്കൊന്നും വർക്കാവുന്നില്ലല്ലോ. ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്, എന്നാലേ എനിക്ക് ലക്ക് വരൂ. നൈറ്റ് ആവാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് അയൺ കണ്ടുപിടിച്ചിട്ട് ഇനിയിപ്പോൾ നിങ്ങളെ കാണാൻ, അല്ലാണ്ട് എൻ്റെ അടുത്ത് വേറെ ഒരു വഴിയും ഇല്ല ഗൈസ്. ഞാനത് രാവിലെ ആക്കട്ടെ. ഞാൻ ആ കേവിൽ തന്നെ പോയിട്ട് കുറച്ച് അയണൊക്കെ കണ്ടുപിടിച്ചിട്ട് ടോർച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് നിങ്ങളെ ഞാൻ കാണാം. ഓക്കെ ഗൈസ്. ഞാൻ നല്ല ഡീപ്പ് മൈൻ ചെയ്തിരുന്നു. പിന്നെ രാത്രിയായപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നതാണ്. ഗൈസ് അപ്പോൾ ഞാൻ കുറച്ച് ഡീപ്പ് മൈനിങ്ങിന് പോയതിനു അപ്പോൾ എനിക്ക് കിട്ടിയതാണ്. കുറച്ച് അയൺ കിട്ടീനു. 5 അയൺ എൻ്റെ അടുത്ത് കിട്ടി. 6 കിട്ടി. അപ്പം ഞാൻ ഷിയേഴ്സ് ഇത് വെച്ച് ഷിയേഴ്സ് ഉണ്ടാക്കാം. ഇനിയിപ്പം ഗൈസ് 4 വെച്ച് എനിക്ക് ബൂട്ട് ഉണ്ടാക്കാൻ പറ്റും. ബൂട്ടും ഉണ്ടാക്കി. പക്ഷെ എന്താ അറിയോ, ഈ ബൂട്ട് ഞാൻ യൂസ് ചെയ്യില്ല ഗൈസ്. ഞാൻ എൻ്റെ ഫുൾ അയൺ ആർമർ ആവുന്ന വരെ എൻ്റെ അയൺ യൂസേ ചെയ്യൂല. അപ്പം ഞാൻ പിന്നെ അങ്ങോട്ട് പോകാൻ പോകുന്നു. 3, 2, 1. ഞാൻ ഇവിടെ ടെലിപ്പോർട്ടായിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് പൊട്ടി എനിക്കൊന്നും അറിയില്ല. സാപ്ലിങ്. ഞാൻ എന്തായാലും എൻ്റെ ഷിയേഴ്സ് വെച്ചിട്ട് ഇതൊക്കെ കട്ട് ചെയ്തെടുക്കട്ടെ. അതിന് കുറച്ച് ഇതിൻ്റെ ഈ ട്രീൻ്റെ മേലെ കൂടി ഫുള്ള് കട്ട് ചെയ്ത് ലിറ്റിൽ ബിറ്റ് ബെറ്റർ. ഞാനിങ്ങനെ താഴോട്ട് എനിക്ക് മേലോട്ട് മേലോട്ടല്ല, ട്രീൻ്റെ മേലെ. ഞാൻ ഈ ട്രീസ് ഫുള്ളും ബും 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 പറഞ്ഞെല്ലാം നശിക്കും. നോക്കട്ടെ ഇപ്പം 3:51 ഗൈസ്. ഞാൻ ഒരു 64 ലീഫ് കളക്ട് ചെയ്യാനാണ് നോക്കിയത്. കുറച്ച് എക്സ്ട്രാ ആയിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഞാൻ പൊട്ടിക്കട്ടെ. എന്തായാലും സാപ്ലിങ്സ് കിട്ടിയല്ലോ, അത് മതി. കുറച്ച് യൂസ് വരും സാപ്ലിങ്സിൻ്റെ ഒക്കെ. ഗൈസ് ഞാൻ വേസ്റ്റ് ചെയ്ത് പിക്കാക്സ് എപ്പോഴാണ് പൊട്ടെന്ന് അറിയില്ല. ഗൈസ് ഞാൻ പിന്നെ നിഞ്ച ടെക്നിക്ക് യൂസ് ചെയ്യട്ടെ. ഗൈസ് ഞാൻ ടെലിപ്പോർട്ട് ചെയ്തിട്ട് വീട്ടിലൂടെ നിഞ്ച ടെക്നിക്ക് വെച്ചിട്ട് പറഞ്ഞിട്ട് 31.5 ആക്കിയാൽ 16 അല്ല, ഇതിൻ്റെ ഒന്നും കൂടെ എടുത്ത് മാറ്റി. ഓക്കെ, ഞാനിനി നിങ്ങളെ വീട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടുത്ത വീഡിയോയിലാണ്. ഇപ്പം നമുക്ക് പകുതി റിസോഴ്സ് ഇപ്പോൾ തന്നെ കളക്ട് ചെയ്തു. അടുത്ത റിസോഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കളിക്കാം. സോ ടിൽ ദാൻ ടേക്ക് കെയർ. ബൈ. ഐ ആം എൻഡിങ് ദിസ് വീഡിയോ. വെയിറ്റ് നമുക്ക് ലോബി ക്ലച്ച് ചെയ്തിട്ടുണ്ട്. സോ ടിൽ ദാൻ wow guys, cute. Oh, so cute. Guys, I'm this video. Take care and sweet. Bye bye. Right.